ഹായ് ഹലോ തന്മ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ദിവസം കൊണ്ട് തീർത്ത ഒരു പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മെറ്റീരിയലാണ് ഹൈലൈറ്റ്. മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്യാനാണ് ഇച്ചിരി പാട്. കാരണം ഞാൻ ഒരു ദിവസം എടുത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നിട്ടാണ് കേട്ടോ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. ഇതിൻ്റെ മെറ്റീരിയലിൽ ഇതിൻ്റെ വർക്ക് നമ്മൾ സാധാരണ ബീഡ്സ് അല്ല, മണൽത്തരി പോലത്തെ എന്തോ സാധനത്തിൽ കളർ തേച്ചിട്ട് ഒട്ടിച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. കാരണം നമ്മൾ കൈ കൊണ്ടൊക്കെ ഇളക്കാൻ നോക്കിയിരുന്നാലും അത് ഇളകി വരില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മെറ്റീരിയലാണ്. കാരണം സ്ഥിരം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കുള്ളത് തന്നെയാണ്. അവർക്ക് പുറത്ത് കൊടുക്കാൻ ഒരു മടിയാണ്. കാരണം സ്ഥിരം സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെ ടച്ച് ചെയ്ത് കൊടുക്കണമെന്ന് അവർക്കും ആഗ്രഹം. ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് അവരൊന്ന് ചോദിച്ചായിരുന്നു. കാരണം മെറ്റീരിയൽ അത് ഇച്ചിരി പാടുള്ള മെറ്റീരിയലാണെന്ന് അറിയാം. അങ്ങനെ തയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അവർ കൊണ്ട് തന്നത്. കാരണം ഇതിന് പോലത്തെ ഒരു മെറ്റീരിയൽ ഞാൻ ഇതിന് മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞ്. ഇതിൽ വേറെ ഫുഡ് എന്തെങ്കിലും ഇട്ട് സ്റ്റിച്ച് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ മെറ്റീരിയലിന് സാറിന് നോർമൽ ഫുഡിൽ ഇത് ഭയങ്കര പാടാണ് സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റിൽ ഇട്ടേക്കണേ, അതെനിക്കൊരു വലിയ ഉപകാരമായിരിക്കും. ഇതുപോലെ മെറ്റീരിയൽ എനിക്ക് കിട്ടുമ്പോഴത്തേക്കും ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ. കാരണം ഇത് മെറ്റീരിയൽ ഫുള്ളും ഞാൻ ഇത് ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം അത് വച്ചിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് ആ സൈഡിൽ ഫുള്ളും വെള്ളം തേച്ചിട്ടാണ് ഞാൻ മെറ്റീരിയലിൽ വെച്ചിട്ടുള്ള ആ ബീഡ്സ് എല്ലാം ഇളക്കിയെടുത്തത്. കാരണം അല്ലാതെ നമ്മൾ ആ കൈ കൊണ്ട് ഇളക്കാൻ നോക്കിയാൽ ഇത് ഇളകി വരില്ല. ഇളകി വരില്ല എന്ന് വെച്ചാൽ നെറ്റ് കീറിപ്പോകും. അത് നെറ്റ് എവിടെയെങ്കിലും ഒരു അല്പം കീറിപ്പോയാൽ പിന്നെ നെറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റാതെയാകും. നമ്മളെ വർക്ക് മോശമാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ നെറ്റ് കൈകാര്യം ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഞാൻ ഇതേപോലെ സൈഡിൽ ഫുള്ളും വെള്ളം തേച്ച് നോക്കി. വെള്ളം തേച്ചിട്ട് ഇളക്കുമ്പോഴത്തേക്കും വേഗം ഇളകി വരും, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് ഫുള്ളും വെള്ളം തേച്ച്. കാരണം ഈ പ്രിൻസസ് കട്ടാകുമ്പോൾ കുറേ പാർട്സ് ഇല്ലേ, എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. ഓരോ ഭാഗത്ത് വെള്ളം തേച്ച് അതെല്ലാം ഇളക്കിയെടുത്ത്. കൈയൊക്കെ നല്ല വേദനയായിരുന്നു. കാരണം നമ്മളെ നെയിലിൻ്റെ ഇടയിലൊക്കെ ഈ മുത്ത് കയറിയിട്ട് കുടുങ്ങിയിട്ട് നല്ല വേദനയാകും ഇങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം ടൈമും എടുക്കും. കാരണം ഇത് കുതിർന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് ഇത് കുതിർന്ന് വരത്തുമില്ല. അങ്ങനെ ഓരോ സമയം ഇരുന്ന് ഇളക്കിയെടുത്ത് കംപ്ലീറ്റ് ഇളക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് അവർ വന്നപ്പോഴത്തേക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് തീർന്നില്ലായിരുന്നു. അതിനെ കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തു വിട്ടത്. കാരണം നമ്മൾ ഇട്ട് നോക്കി സ്റ്റിച്ച് ചെയ്ത് അടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റേതായ സമയം എടുക്കും. അങ്ങനെ പക്ഷേ ഇട്ടപ്പം പാകമായിരുന്നു. കാരണം സ്ഥിരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് മെഷർമെൻ്റ് എല്ലാം നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ അവർക്ക് കുറച്ച് മോഡലൊക്കെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ഇടുന്നതായിരുന്നു എന്തോ കോളേജിൽ എന്തോ ഫംഗ്ഷന്. അങ്ങനെ അവസാനം ഇത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്. അതാണ് കേട്ടോ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഈ അടിഭാഗത്തൊക്കെ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. കാരണം എക്സ്ട്രാ പീസ് വെച്ച് തയ്ച്ചിട്ട് അത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാനേ പറ്റും. കാരണം മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ സിബ് വയ്ക്കണവരുന്ന് സ്ലീവിൽ ഇതുപോലെയാണ്. കാരണം സ്ലീവിൽ നമുക്ക് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ തയ്യൽ തുമ്പൊക്കെ പുറത്ത് കാണും. അത് നമ്മൾ മെഷീനിൽ വെച്ച് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഹെമ്മിങ് ചെയ്യണമായിരുന്നു. കഴുത്തിൽ ഫുള്ള് നമ്മൾ ഹെമ്മിങ് ചെയ്യണമായിരുന്നു. ഫുൾ സ്ലീവായിരുന്നു കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ട് ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുള്ള മോഡലായിരുന്നത്. ഇത് ഇങ്ങനത്തെ ഹോളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെയും നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ ഈ മുത്തെല്ലാം പറിച്ച് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ്. ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യണവർക്കറിയാം ഇത് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതെന്ന്. കാരണം പക്ഷേ ഇട്ടപ്പം നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഏത് ഡ്രസ്സായിരുന്നാലും ഇടുമ്പം നല്ല ഭംഗിയാണ്. ഞാൻ എൻ്റെ ഫോട്ടോ ഇട്ടേക്കാവും കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഇതിൽ കാണാൻ പഞ്ചസാര തരി പോലെ അല്ല, പഞ്ചസാര തരിയല്ല ഇത്. ഒരു മണൽത്തരിയിൽ കളർ തേച്ചിട്ട് ഇത് പശ തേച്ച് ഒട്ടിച്ച് വെച്ചിരിക്കാൻ തോന്നും, ഗ്ലിറ്ററും കൂടെ ചേർത്തിട്ട്. പക്ഷേ തയ്ച്ചിട്ട് ഇടുമ്പം കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് മോക്ക് വേണ്ടി തയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ച മെറ്റീരിയലാണ്. നേരത്തെ ഒരു പാവാട തയ്ച്ചതിൻ്റെ ബാലൻസ് മെറ്റീരിയലായിരുന്നു അത്. ഒരു താലപ്പൊലിക്ക് തയ്ച്ചതിൻ്റെ ബാലൻസ്. അപ്പോൾ അടുത്ത താലപ്പൊലിക്ക് തയ്ക്കാമല്ലോ എന്ന് കരുതി ബാക്കി മെറ്റീരിയൽ എടുത്ത് മടക്കി വെച്ച്. ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല വീതി കുറവ്. നമ്മളെ പ്ലീറ്റ് ഇട്ട പാവാടയ്ക്കൊന്നും തികയില്ല. എന്തെങ്കിലും മോഡലോ ഡെക്കറേഷനോ ഒക്കെ ചെയ്താലേ തികയുള്ളൂ. അങ്ങനെ ഞാൻ പിടിച്ച് നോക്കുക, പ്ലീറ്റൊക്കെ വെച്ച് എന്തെങ്കിലും മോഡൽ ചെയ്യാൻ പറ്റുമെന്ന് ഒക്കെ നോക്കണം. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അടുത്തിന് പോയി പുതിയ മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്ന് തയ്ക്കാനുള്ള സമയവും ഇല്ല. എന്ത് ചെയ്യുമെന്നിങ്ങനെ കൺഫ്യൂഷനിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സെൻറ്ററിൽ ഇങ്ങനെ പ്ലീറ്റ് വരുന്ന രീതിയിൽ വയ്ക്കുമ്പോഴത്തേക്കും
അധികം തുണി ആവശ്യമില്ല, കുറച്ച് തുണിയായിരിക്കും. കാരണം നോർമൽ പാവാട അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മോഡൽ തയ്ക്കാം എന്നുള്ള ഐഡിയയിലാണ് നോക്കിയത്, പക്ഷെ നടന്നില്ല. അങ്ങനെ അതിൽ കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടി ഈ മെറ്റീരിയൽ എടുത്തു. ഇതാവുമ്പോഴത്തേക്കും സെൻറ്ററിൽ ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് വരുന്ന രീതിയിൽ എടുക്കാം. കാരണം കളറൊക്കെ ഓക്കെയാണ്, മെറ്റീരിയൽ വൈറ്റിൻ്റെ കൂടെ ഇതെന്തായിരുന്നാലും ഓക്കെ ആയിരിക്കും മെറ്റീരിയൽ. അങ്ങനെ ഞാൻ ഇതിൻ്റെ പ്ലീറ്റൊക്കെ പിടിച്ച് സെൻറ്റർ, നമ്മൾ ഡാൻസിൻ്റെതൊക്കെ സെൻറ്ററിൽ ഇങ്ങനെ പ്ലീറ്റ് ആയിട്ട് എടുക്കുക, ഡാൻസിൻ്റെ ഡ്രസ്സില്ലേ അതേപോലെ തയ്ക്കാം എന്നുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ ഞാൻ പ്ലീറ്റൊക്കെ പിടിച്ച് തേച്ച് അയൺ ചെയ്ത് വയ്ക്കുക. അയൺ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. കാരണം ഇത് തയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. ഞാനന്ന് പരീക്ഷണമാണ് എനിക്ക്, ഞാൻ ഇതുവരെ തയ്ച്ചിട്ടില്ല ഈ മോഡൽ. അങ്ങനെ ഓരോ പ്ലേറ്റും ഇങ്ങനെ പിടിച്ച് വയ്ക്കുക. കാരണം സെൻട്രൽ നമുക്ക് സെൻട്രൽ പ്ലേറ്റ് കറക്റ്റായിട്ട് കിട്ടണം. ബാക്കി രണ്ട് സൈഡിലും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലീറ്റ് എടുക്കണം. അങ്ങനെ പകുതി പ്ലീറ്റ് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും കൂടെ പ്ലീറ്റ് എടുത്ത് നോക്കുക കറക്റ്റായി കിട്ടുമോ. കാരണം വീതി കുറച്ചേ ഉള്ളൂ. നമ്മൾ ആ സാരിയുടെ മുന്താണി പീസാണ്, ഇത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് സാരിയുടെ മുന്താണി പീസാണെന്ന്. കാരണം തിരിച്ച് മറിച്ച് നമുക്ക് പ്ലീറ്റ് എടുത്ത് കറക്റ്റായിട്ട് കിട്ടി ഒന്ന് നോക്കി അയൺ ചെയ്ത് നോക്കണം എത്ര വീതി വരുമെന്ന്. അങ്ങനെ ഞാൻ ഇത് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയൺ ചെയ്ത് വെക്കണം. കാരണം സെൻറ്ററിൽ ഒരു പ്ലീറ്റ് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം ആ സെൻട്രൽ പ്ലീറ്റ് വരേണ്ടത്. അതാണ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പം അത് നടക്കില്ല. കാരണം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണെങ്കിൽ ആകെ കൺഫ്യൂഷനായിരിക്കും. ഇതേപോലെ അയൺ ചെയ്തിട്ടാണ് നമ്മളത് കറക്റ്റായിട്ട് വച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് പ്ലീറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ തയ്യൽ തുമ്പ് എപ്പോഴും അകത്തോട്ട് വരുന്ന രീതിയിലായിരിക്കണം ഇത് നമ്മൾ പ്ലീറ്റ് എടുത്ത് അയൺ ചെയ്യുക. പിന്നെ പ്ലീറ്റ് എല്ലാം ഒരേപോലെ ആകാതെ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന ഇതുപോലെ നമ്മൾ എടുക്കണം. ഇതാണ് കേട്ടോ പാവാട. ഇത് സൈഡിൽ ഒരു പ്ലീറ്റിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ പ്ലീറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചു ഇത് പാവാടയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഈ കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു വെറൈറ്റി പാവാട. ഇനി ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പാവാട. ഇത് അവിടെ ചെന്നിട്ട് ആകെ ഇത്ര വീഡിയോ എൻ്റെ കയ്യിലുള്ളൂ, അത് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. താലപ്പൊലിക്ക് നമ്മൾ ഒരുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇത് നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സമയം വീഡിയോ എടുത്താണ്. കാരണം റോഡായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്ത് നടക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും എൻ്റെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ താലപ്പൊലിക്ക് പോയത്. ഇത് ചാങ്ങ ക്ഷേത്രത്തിലുള്ള താലപ്പൊലിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വീഡിയോ കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.